കൂടെ തമിഴ്നാട് ചുരം ഇറങ്ങുവാണേ, കമ്പത്തോട്ടുള്ള കുമളിയിൽ വനത്തിനുള്ളിലോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണേ. ഇവിടെ ഒരു അമ്പലത്തിലെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ടേ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് കുമളിയിൽ നിന്ന് കൂടെ കിടക്കുന്ന വഴിക്ക് 2-3 ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. തമിഴ്നാട് വനമാണെന്ന് പറഞ്ഞിട്ടല്ലേ, ഇതിനകത്തോടെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു കൂളിംഗ് ഒക്കെ കിട്ടുമേ, നല്ലൊരു തണുപ്പൊക്കെ. ഓപ്പോസിറ്റ് ഈ പാലത്തെ കൂടെ ബസ് കയറി വരുന്നുണ്ട്. വീതി കുറഞ്ഞ പാലമാണ്, 2 ബസ്. ബസ് പോയിട്ട് പോകാം. ബസ് അത്ര ഇതായിട്ട് പോകുന്നുണ്ട്. നാട്ടിലുള്ള വഴിയിലെ പാലങ്ങളൊക്കെ പണിയുവാണെങ്കിൽ നല്ലതായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ ഇത്രയും പച്ചപ്പില്ല കേട്ടോ. വനത്തിൻ്റെ നല്ലൊരു പച്ചപ്പും ഒക്കെ കുളിരും ഒക്കെ ആസ്വദിച്ച് നമുക്ക് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിപ്പോകാം. ഗവി റൂട്ടിൽ പോയാൽ പോലും ഇത് എല്ലാം ഉണങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത് കേട്ടെ. ഇത്രയും പച്ചപ്പൊന്നും നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കില്ലേ. അങ്ങനെ വന്ന വഴിക്ക് നമുക്ക് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് വെള്ളം ഇറങ്ങി വരുന്ന വരവുണ്ടോ, ഇതുണ്ടോ. ഈ ഗ്രില്ലടിച്ചിരിക്കാതെ ശരിക്കും കിട്ടത്തില്ല കാണാൻ. ഇങ്ങനെ കാണാം കേട്ടോ, നല്ലൊരു വെള്ളച്ചാട്ടം. അവിടുന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇതുകൊണ്ടോ ഇതിലെ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോയി പതിക്കുകയാണേ. അപ്പം നമ്മൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. ഈ വേനൽക്കാലത്ത് നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ച ഇത്. നല്ല കുളിരുള്ളൊരു കാഴ്ച. മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ അതിങ്ങനെ ആ പുഴ ഒഴുകി വരുന്ന നോക്കി എന്നാ ഭംഗിയാ കാണാൻ. പെരിയാർ പവർ സ്റ്റേഷൻ്റെ അടുത്തുകൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും ഒരു അനുവാദമൊന്നുമില്ലേ. വഴി സൈഡിൽ നിന്ന് നമുക്ക് കാണാം, അവിടെ ആ ബോർഡൊക്കെ കാണാം. കുറച്ച് താഴെ ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഒഴുകി വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. മുല്ലപ്പെരിയാറ്റിൽ നിന്നും വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഇതേ. ആ പൈപ്പുകളാണ്, കുറേ ദൂരം താഴോട്ടൊക്കെ ഉണ്ടത്. കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നോട്ടില്ല കാട്ടിൽ. വിഷു കഴിഞ്ഞൊന്നും കണിക്കൊന്ന അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. ഒരു കേരള RTC കയറി പോകുന്ന പോക്കുണ്ട്. ഒരു തമിഴ്നാട് ബസ്സും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ നേരെയാണോ വരുന്നത്? ഇവിടെ ഈ വളവനിച്ചിരി വീതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ ട്രാവലിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ സൗണ്ട്, വണ്ടി ഓടുന്ന സൗണ്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്ന അധികം ഒന്നും കിട്ടാതെ പോവേ. ഇപ്പം ഞാനീ പറയുന്നൊരു വോയിസ് ഓവറായിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ്, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കുറച്ച് മുന്നോട്ട് ചെന്നാൽ നമുക്ക് ഇനി കാണാൻ കിട്ടുന്ന സ്ഥലം ലോവർ ക്യാമ്പാണ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകണേ. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് പച്ചപ്പൊക്കെ ഇനിയിപ്പോൾ തീരും. ഇനി അങ്ങോട്ട് നല്ല കരി വെയിലായിരിക്കുമേ. ആ വെയിലത്തൂടെ പോയിട്ടാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ലോവർ ക്യാമ്പിലെ കാഴ്ചകൾ. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് കടകളും അതിൻ്റെ പിന്നാമ്പുറമായിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിന് ഒരു വലിയൊരു ആൽമരമുണ്ട്, അതിന് ചുവട്ടിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ലോറി താവളമൊക്കെ കൂടെയാണേ.
പിന്നെ ഇവിടുന്ന് മുന്നോട്ട് കുറച്ച് കടകളും കുറച്ച് താഴെയായിട്ട് ഒരു അംബേദ്കർ കോളനിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ആ ലോവർ ക്യാമ്പിൻ്റെ അവിടെ സ്റ്റാർട്ടിങ്ങിന് കുറച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മനോഹരമായ ചെറിയ സി ചർച്ച് കാണാം. കൊളോണിയൽ ജോൺ പെന്നിക്കോക്ക് മെമ്മോറിയൽ ചർച്ച്, പെരിയാർ ലോവർ ക്യാമ്പ്. ഇതുണ്ടോ, പെന്നിക്കോക്കിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹരമായൊരു CSI പള്ളിയാണേ. മുല്ലപ്പെരിയാറിൻ്റെ ഉപജേക്താവാണ് പെന്നിക്കോക്ക്. ഇതിൻ്റെ അങ്ങോട്ടൊക്കെ കുറേ വീടുകളുണ്ട്. ആ മുകളിൽ കാണുന്നതാണ് മംഗള ദേവി ക്ഷേത്രത്തിൻ്റെയൊക്കെ മലനിരകളൊക്കെയാണ്. ഇപ്പം നമുക്ക് ഈ വഴിക്ക് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. ഇപ്പോൾ ഞാൻ വന്ന് തമിഴ്നാട്ടിലൊരു മരത്തിൻ്റെ ഒഴുകി കയറി നിൽക്കുക കേട്ടോ, വഴി സൈഡിലുള്ള. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമിളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ലോവർ ക്യാമ്പിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് തമിഴ്നാട് സീരീസ് വീഡിയോസ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുമിളിയിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് കിട്ടുന്ന ലോവർ ക്യാമ്പൊക്കെ അല്ലേ. അപ്പം നേരത്തെ ഞാൻ ഈ ലോവർ ക്യാമ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തേനി ജില്ലയിലെ തമിഴ് ഗ്രാമങ്ങൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് പോകാം മുന്നോട്ട്. കാണുന്ന കാഴ്ചകളും കൃഷിയിടങ്ങളും പിന്നെ അവിടെ കിട്ടുന്ന ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുടെ വീടുകളും അങ്ങനെ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കുറച്ചങ്ങ് പോകാം. നമ്മൾ ഇടുക്കിയിലൊക്കെ കറങ്ങി മടുത്തില്ലേ, കുറച്ച് തമിഴ്നാട് സീരീസ് എടുക്കാം. ഇത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതൊരു പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആഴ്ചയിലെ ഒരു 2 ദിവസം ഇറങ്ങി വന്നിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കയറി പോകാം. ചിലപ്പോൾ ഒരു ദിവസം ഇറങ്ങി വന്നാൽ 2 വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ. ഇന്നത്തെ ഞാനിത് താമസിച്ചാണ് വന്നത്, കാരണം ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്കങ്ങനെ തമിഴ്നാടിൻ്റെ ആ മനോഹരമായ കാഴ്ചകളിലേക്ക് പോയി വരാവേ. ഇതാണ് ലോവർ ക്യാമ്പിലെ അംബേദ്കർ കോളനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഒത്തിരി വീടൊന്നുമില്ല, കുറച്ച് വീടുകൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഉള്ളൂ. ചെറിയൊരു കോളനിയാണേ. നമ്മൾ വരുന്ന വഴി ഒരു അമ്മാവെ കണ്ടേ. അമ്മ ഇത് കണ്ടോ, കൊച്ചിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. അവൻ തൊട്ടി കിടന്നിങ്ങനെ. അതെന്നാന്നറിയോ, ഇവിടെ നല്ല ഈ മരത്തിന് ചോട്ടിലൊക്കെ നല്ല തണലുണ്ടാവും, വീട്ടിനകത്ത് ചൂടായിരിക്കുവേ. അങ്ങനെ ഒരു ഇതാ ഈ അമ്മ. നല്ല കാറ്റുണ്ടല്ലേ? അത് ശരിയാ, അതുകൊണ്ടല്ലേ. ഞാൻ കുറച്ച് ഊര് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ. അത് പിന്നാടി ഇത് വേറെ വീട്. ആരാ? അവിടെ വേറെ തൊട്ടിയുണ്ടല്ലേ? അതിലുമുണ്ട്. ആടിക്കൊണ്ടിരിക്കുക അല്ലേ? ശരി. അപ്പോൾ ഇതുണ്ട് ഇവിടെ വഴി സൈഡിൽ കൂടെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്ന നോക്കി ഒരു കണക്കിന് സമ്മതിക്കണം കേട്ടോ. ഇവിടുത്തെ ചൂടിന് ഇവരിങ്ങനെ, പക്ഷെ അവർ ശീലിച്ചു പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ കണ്ടോ പയറ് വച്ചേക്കുന്നേ കൃഷിയിടത്തില്ലേ. അത് എനിക്ക് തോന്നുന്നത് ഈ വള്ളിപ്പയറോ ബീൻസോ അങ്ങനെ എന്തൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ അവരുടെ കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാനുള്ള ടാങ്ക് സംവിധാനമൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പുറത്തുണ്ട്. ഈ വഴി സൈഡിൽ കൂടെ ഒക്കെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ഈ പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഇതെല്ലാം വീടാണ്. ഇവിടെ ഒരു കടയുണ്ട്. ഇതുണ്ടോ ഒരു കട. പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ വന്ന വഴിക്കെല്ലാം നല്ല രസമുണ്ട്. റോഡ് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ വീടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ. പക്ഷേ ഇത് ചൂടിങ്ങനെ ഇവർ സഹിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു പ്രശ്നം. ഇതിവിടെ ഒരു ആത്തമരം നിൽക്കുന്നുണ്ടോ. ആത്തല് ചക്കയില്ല. കേട്ടോ നമ്മളിങ്ങനെ വന്നപ്പോഴേ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. ഈ വീടുകൾ ഞാനിത് ഇവിടെ മെയിനായിട്ട് നോക്കാൻ കാരണം വെച്ചാൽ മുകളിലെ പാണ്ടിക്കുഴി ഭാഗമൊക്കെ നമുക്ക് കാണാം. അതാണ് നമ്മൾ 6-ാം മൈലിൽ നിന്ന്, കുമിളി 6-ാം മൈലിൽ നിന്ന് കയറി വരുന്ന പാണ്ടിക്കുഴി എന്ന് പറഞ്ഞ ഭാഗമാണ്. അതിൻ്റെ അടിവശമാണ് ഇവിടെ തമിഴ്നാടിൻ്റേത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ട് മുന്നോട്ടൊക്കെ. അവിടെയൊക്കെ വിതച്ചേക്കുന്നുണ്ടോ, വൻപയർ കൃഷിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെയൊക്കെ വിതയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃഷിക്കുള്ള വെള്ളമൊക്കെ ആയിട്ട് കുടിവെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ സംഭരിച്ച് നിർത്തിയിരിക്കുന്ന വലിയൊരു ടാങ്കൊക്കെ നോക്കി, വാട്ടർ ടാങ്ക്. ഇവിടെ കണ്ടോ ഒരു കൃഷ്ണൻ്റെ അമ്പലം ഇവിടെ കാണാം നമുക്ക്. ഈ കേരള മലയടിവാരത്തിൽ തമിഴ്നാട്ടിലെ ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട്. ആ വഴിക്ക് പോയാൽ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാം. അതിവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകണം നമുക്ക്. നല്ലൊരു അക്വഡക്റ്റൊക്കെ ഉണ്ട് അവിടെ. വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ.
നമ്മൾ വന്ന വഴി പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേ നോക്കിയേ ആ മലയിറങ്ങിയാൽ നമ്മളിവിടെ എത്തി കേട്ടോ. ഇവിടെ വഴി സൈഡിലൊക്കെ നോക്കിയാൽ നല്ല ബോഗൺവില്ലയും പിന്നെ വാഗയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് അതാ അങ്ങോട്ടൊരു ഗ്രാമത്തിലോട്ട് പോകുന്നൊരു വഴിയൊക്കെ ഉണ്ടേ. അതിലേ കുറച്ചൊന്ന് പോയി നോക്കണം. നമുക്ക് മുന്നോട്ട് പോയിട്ട് ആ തൊട്ടിൽപ്പാലം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് വെയിലായതുകൊണ്ട്. നമുക്ക് അവിടെ പോയിട്ട് വരാം. ഇവിടെയൊക്കെ ഉണ്ടോ വാഴക്കൃഷി തന്നെ. വാഴ വെട്ടി മാറിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കൊലയൊക്കെ നിൽപ്പുണ്ടേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വാഴക്കൊലയൊക്കെ കിട്ടണമെങ്കിലും തേങ്ങ കിട്ടണമെങ്കിലും നമ്മൾ തമിഴ്നാടിനെ തന്നെ ആശ്രയിക്കണം. ഇത് മാത്രമല്ല എല്ലാത്തരം കൃഷികളും തമിഴ്നാട്ടിലാണല്ലോ ഉള്ളത്. ഇവിടെ കണ്ടോ മുളക് കൃഷി ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിനെ ഇവർ ഈ ഡ്രോപ്പ് വാട്ടർ പോലെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഓസ് ലൈൻ വലിച്ചിട്ടേക്കുന്നുണ്ടോ. അതിൽ നിന്ന് വെള്ളം കുറേശ്ശെ എപ്പോഴും വീണുകൊണ്ടിരിക്കുവേ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കൃഷി ഇട്ടിരിക്കുന്നു. നോക്കി നമ്മൾ കഴിഞ്ഞ ആ വട്ടവട വീഡിയോയിലൊക്കെ പോയപ്പോൾ കണ്ടോ അവിടെ ഒന്നും ഇത്ര ഏരിയ ഇല്ല എങ്കിൽ പോലും നല്ല കൃഷിയിടങ്ങളാണ് അങ്ങോട്ടൊക്കെ. അവർ തോട്ടത്തിലെ പണിയും കഴിഞ്ഞു വന്നിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇത് അവിടെ ഒരു വീടൊക്കെ കാണാം. അവരുടെ താൽക്കാലികമായിട്ട് കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു താമസ സൗകര്യമാണ് കേട്ടോ. അവരുടെ വീടുകളൊക്കെ വേറെ ആയിരിക്കും. ഇതിപ്പോൾ അവർ താൽക്കാലികമായിട്ട് കൃഷിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ടോ ചീരകൃഷി നമുക്ക് കാണാവേ. ചുവന്ന ചീര കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് ഇറങ്ങിപ്പോയി നോക്കിയാലോ. അവർ വല്ലതും പറയുമോ? കണ്ടാൽ വല്ലതും വഴക്ക് പറയും അവർ. കുറച്ച് ചീര മേടിക്കാൻ, പക്ഷെ ഇത് പാകമായില്ലെന്ന് തോന്നുന്നു കേട്ടോ. ചുവന്ന ചീര കുറേ ഉണ്ട് അങ്ങോട്ടെ. അതിനപ്പുറത്തോട്ട് മറ്റെന്തോ കൃഷിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ചുവന്ന ചീരയാണ് ഏറ്റവും നല്ലതേ. ഉണ്ടോ ഇത് പാകമായി കഴിഞ്ഞാൽ കുറച്ച് മേടിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞിടക്കാൻ കണ്ട് ഇവർ ഒടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ടൊക്കെ ഒരുപാട് വേറെ എന്തൊക്കെയോ കൃഷികളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മാവുന്തോട്ടമൊക്കെ കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിൽ അങ്ങനെ പോയിട്ട് മാങ്ങ ഉണ്ടോ ഇതുണ്ടോ മാങ്ങ വയ്ക്കുന്നുണ്ടോ. നല്ല മാങ്ങ പഴുത്തു തുടങ്ങിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ കയറത്തില്ല. ഇവിടെയൊക്കെ പട്ടി കാണുവേ. ഒരു പ്രത്യേക രീതിയിൽ മറ്റേ രാജപാളയം പട്ടിയൊക്കെ തോട്ടത്തിൽ കയറി അവൻ നമ്മളുടെ നേരെ ചാടി വരും. ഇവിടെ താഴെ മറ്റെന്തോ കൃഷിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും മാവുന്തോട്ടത്തിൽ മാങ്ങയൊക്കെ കിടക്കാൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പം മാങ്ങാപ്പഴത്തിൻ്റെ സീസണാണ്. കേരളത്തിൽ നിന്ന് കമ്പത്തോട്ട് പോകുന്ന ബസ്സാണ്. ഇപ്പം നമ്മൾ വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട്. ഇതൊക്കെ വെള്ളമൊക്കെ എടുക്കാൻ പോവുകയാണ്. വെള്ളത്തിനൊക്കെ എല്ലായിടത്തും ക്ഷാമമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ ആൾക്കാർ വെള്ളം ചുമന്നുകൊണ്ട് വരുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ വെള്ളമൊന്നും ചുമക്കത്തൊന്നുമില്ല. ഓണർ നമ്മളൊന്ന് പരിചയപ്പെട്ട് പോവാവേ. പേരെന്നാന്നേ? എൻ്റെ പേര് ദ്രവ്യം. ദ്രവ്യം. ഇതാ നമ്മുടെ കടയല്ലേ. കരിക്കുണ്ട്, ജ്യൂസുണ്ട്, പഴങ്ങളുണ്ട്, അങ്ങനെയുള്ള കടയല്ലേ. എത്ര കൊല്ലമായിട്ട് കടയുണ്ട്? 3 കൊല്ലമായുള്ളൂ അല്ലേ. എങ്ങനെയുണ്ട് ആവറേജ് കച്ചവടമൊക്കെ? ഇപ്പോൾ അത്ര പോരാ. സീസണിലേ ഉള്ളൂ അല്ലേ, ശബരിമല സീസണിലൊക്കെ. മഴ പെയ്യുന്നുണ്ട്, വണ്ടി നിർത്തുകയല്ല. അങ്ങനെയല്ലേ. ഇപ്പോഴും ആൾക്കാർ കുറവല്ലേ, ചൂട് കാരണം. ഞാൻ ആ തൊട്ടിപ്പാലം അവിടേക്കൊക്കെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചാണേ. ഇത് ഇവിടുത്തെ കരിക്ക് തന്നെയല്ലേ ഇതെല്ലാം? കൊണ്ടിരുന്ന കരിക്കല്ലേ. പാളയത്തുനിന്ന് കൊണ്ടിരുന്ന അല്ലേ. അവിടെ കരിക്കുണ്ട് കുറേ അല്ലേ. നമ്മൾ നാരങ്ങാവെള്ളം കുടിച്ചേച്ച് പോകാൻ നോക്കി കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫ്രിഡ്ജൊന്നും എത്താണ്ട് ഇതുണ്ടോ ഈ മൺകൂജല വെള്ളം വെച്ചിരിക്കുന്നത്. ഇതിൽ നല്ല തണുപ്പായിട്ടിരിക്കും വെള്ളം കേട്ടോ. ഒരു അതെന്നാ ഒഴിക്കുന്നത്? നന്നാരി അല്ലേ. അങ്ങനെ ഓരോരോ സ്ക്വാഷ് ആയിട്ടുള്ളതുണ്ടല്ലേ. വെള്ളം ഒഴിച്ചോ, തണുത്ത വെള്ളം ഒഴിച്ചോ. അപ്പം മൺകൂജയിലുള്ള തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ച് കുടിക്കാം. അതായിരിക്കും നല്ലത്. അണ്ണൻ്റെ മോളാ? പേത്തി മകൻ്റെ കുട്ടിയല്ലേ. ചെറിയ കടയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കട. അക്ക വെള്ളം കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ നമുക്ക് കിട്ടിയ ജ്യൂസ് ഇതാണ്. ഇത് ഇച്ചിരി ഇങ്ങനെ കളറൊക്കെ ആയിട്ടേ കിട്ടത്തുള്ളൂ. കുടിച്ചു നോക്കാം. ഇതേ നല്ലൊരു പുളിയും മധുരവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ്.
പിന്നെ മൺകൂച്ചാല വെള്ളവും കൂടെ ആയപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. കരിക്ക് വെട്ടുക. ഇവിടെ നല്ല ഭംഗിയുള്ള കളറിലൊക്കെ ചെയ്തിട്ടുള്ളൊരു അമ്പലമൊക്കെ കാണാവേ, വെട്ടുകാട്. നമ്മുടെ കേരള ആർട്ടിസ്റ്റ് വരുന്ന വരവ് നോക്കിയേ. ഇപ്പോൾ ഒരെണ്ണം പോയതുള്ളൂ, ഇത് അടുത്ത കമ്പം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി തമിഴ്നാട്ടിലെ റോഡ് പണിയുണ്ടോ. ചെറിയൊരു ജംഗ്ഷൻ, ചെറിയൊരു വളവ് വരുമ്പോൾ അവർ വഴിയെ നടുക്കൂടെ എല്ലാം ഡിവൈഡർ വെച്ച് പിടിപ്പിച്ചേക്ക് നോക്കി. പിന്നെ അതുപോലെ നല്ല നെടുനീളത്തിലുള്ള റോഡും. അതിവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ അങ്ങോട്ട് കയറ്റവും ഇറക്കവും വളവും ആയതുകൊണ്ടാണ്. പക്ഷേ ഈ കയറ്റവും ഇറക്കവും വളവും ഓടിക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. നമ്മൾ ഈ നേരെയുള്ള റോഡേ പോയാണല്ലോ വണ്ടിയുടെ സ്പീഡോ ദൂരമോ ഒന്നും നമുക്ക് മനസ്സിലാവില്ലേ. വണ്ടി പറഞ്ഞ നേരം കൊണ്ട് ദൂരം പെട്ടെന്ന് കടന്നു പോകും. നമ്മുടെ ഒരു KSRTC എന്തേരം വണ്ടിയോടെന്ന് അറിയോ KSRTC ഇപ്പം പുതിയ ഒരുപാട് ട്രിപ്പുകൾ ഇപ്പം തമിഴ്നാട്ടിലോട്ട് തുടങ്ങിയിട്ടുണ്ടേ. ഇതാ ഇവിടുന്ന് നമുക്ക് ഇനിയിപ്പം കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ പെരിയാർ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമേ. പെരിയാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പവർ സ്റ്റേഷനും അതിനോട് ചേർന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കാണാം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പം ഈ പെരിയാറ്റിൽ അധികം ഇങ്ങോട്ടേക്ക് വെള്ളം ഇല്ലെന്നാണ് തോന്നുന്നത്. വെള്ളം അപ്പുറത്തെ വഴി തുറന്നു വിടുന്നതുകൊണ്ട് ഇവിടെ അധികമില്ല. ഈ വഴി സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെരിയാർ പവർ സ്റ്റേഷൻ്റെ ഭാഗമാണ്. സാധാരണ നമ്മൾ ഈ വഴി വരുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമുള്ളതാണ്. ഇതുകൊണ്ട് ഇപ്പോൾ വെള്ളം പറ്റിച്ചിട്ടിരിക്കുക. എന്നിട്ട് മീൻപിടുത്തക്കാരോ വെള്ളത്തിച്ചാട്ടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചൂടായതുകൊണ്ട് ആൾക്കാരെ ഭയങ്കരമായ ഇതിലാണ്. പുളിമരങ്ങൾ തളുത്തു നിൽക്കുന്ന കാഴ്ച ഉണ്ടോ. ഈയിടയ്ക്കെല്ലാം പുളി എല്ലാം പറിച്ചിട്ട് പിന്നെ തളുത്താണേ. നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്താറായില്ല കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് ആ അക്കോഡറ്റിൻ്റെ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാനുള്ളൊരു വഴിയൊക്കെ നമുക്ക് വഴിക്ക് കിട്ടുകയുള്ളേ. ഇപ്പോൾ എന്തായാലും റോഡിൽ വെച്ച് തിരക്കൊന്നുമില്ല. ശനി ഞായറൊക്കെ അത്യാവശ്യം തിരക്ക് കാണും. പിന്നെ ശബരിമല സീസണിലൊക്കെയാണ് ഈ റോഡ് ഏറ്റവും കൂടുതൽ തിരക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് നമുക്കിനി ഇടത്തോട്ടുള്ള വഴിക്ക് പോകാം കേട്ടോ. തമിഴ്നാട് വീടില്ലാത്തവർക്ക് വേണ്ടി വീടുകൾ ഫ്ലാറ്റുകളൊക്കെ പണിതിട്ടേക്കുന്നുണ്ടോ. ഈ ഒരു വഴിക്കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടിപ്പാലം ആ ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ. അവിടെ പോയി കുറേ വെള്ളമൊക്കെ ഇങ്ങനെ കനാലിൽ കൂടെ വരുന്നുണ്ട്. കൂടുതലും ആൾക്കാർ ഇപ്പോൾ അവിടെ നിന്നാണ് പറയുന്നത് കേട്ടെ, വെള്ളത്തിൽ ചാടുന്നത്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അടിവാരം അയ്യപ്പൻ അനന്തനാഥ ക്ഷേത്രം, അതാണിത്. ഇതുണ്ടോ പഞ്ഞിയുടെ പഞ്ഞിക്ക കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ. ഇതിനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പഞ്ഞിയൊക്കെ എടുത്തിട്ട് തലേണ കിടക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇത് പൊട്ടിച്ചതിൻ്റെ തൊണ്ട് കിടക്കുന്നു കണ്ടോ, പൊട്ടിച്ച് തൊണ്ടിട്ടിരിക്കുന്നു. ഇത് പൊട്ടിച്ച് കിടക്കുന്ന പഞ്ഞി ഇത് പറന്നു പോകാതെ എടുക്കുന്നതാണ് ഭയങ്കരം കേട്ടോ. ഈ വഴിക്കാണ് നമുക്ക് അക്കോഡറ്റിലോട്ട് പോകേണ്ടത് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു വീതി കുറഞ്ഞ റോഡാണ് മുന്നോട്ട് പോകുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പുളിമരങ്ങളൊക്കെ ഇങ്ങനെ തളുത്തു നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമേ. പിന്നെ വഴി സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകളും മനോഹരമായ കൃഷിയിടങ്ങളും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ. അതോടുകൂടി നമുക്കിതാ കേരളത്തിൻ്റെ ആ മലനിരകളൊക്കെ തമിഴ്നാടിന് കോട്ട കെട്ടി കാവൽ നിൽക്കുന്ന പോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ അവിടെ വെള്ളമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. വഴിക്കുന്ന ആൾക്കാരവിടെ വെള്ളം ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. വെള്ളമില്ലെങ്കിൽ ഞാൻ അങ്ങ് വരെയൊന്നും പോകത്തില്ല കേട്ടോ. കുറച്ച് പോയിട്ട് ഞാൻ തിരിച്ചിങ്ങ് പോരുവേ, അതേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഈ വെയിലത്ത് അവിടം വരെ പോയിട്ട് വെറുതെ ആയി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയെല്ലാം വാഴത്തോട്ടങ്ങളും കൃഷിയിടങ്ങളും പുളിമരം പൂത്തു നിൽക്കുന്ന കാണാനാണ് ഒരുപാട് ഭംഗിയെ കണ്ടോ. ഈ നിൽക്കുന്നതെല്ലാം പുളിമരങ്ങളാണ്.
നല്ല വാഴത്തോട്ടം, തെങ്ങും തോട്ടം. തമിഴ്നാട്ടിൽ വന്നാൽ കൃഷിയിടങ്ങളാണ്. എന്തുമാത്രം കൃഷികളാണ്, ഏതെല്ലാം ടൈപ്പ് കൃഷികളാണ്. ഇവരെല്ലാ കൃഷി ഇവിടെ അതായത് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഏതെങ്കിലുമൊക്കെ ക്ലിക്കാവുന്നത്. പച്ചക്കറികൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മഴ ഇങ്ങോട്ട് അധികം വരുന്നില്ലല്ലോ. കേരളത്തിൽ മഴ പെയ്താൽ ഇങ്ങോട്ടും മഴ പെയ്യുവേ. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. വഴിയിലൊക്കെ അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല. എല്ലാവരും കൃഷിയിടത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമുക്ക് അധികം ആൾക്കാരെ ഒന്നും കാണാൻ സാധിക്കാത്തത്. ആരെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമുക്ക് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നേ. പക്ഷെ ഞാൻ വഴി സൈഡിൽ നോക്കിയിട്ട് ആരെയും തന്നെ കാണുന്നില്ല. പിന്നെ നമുക്ക് കണ്ണിന് കാണുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും ചർച്ച ചെയ്തുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാവേ. കുറച്ച് ദൂരം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു പുളിന്തോട്ടം കിട്ടി കേട്ടോ. ഞാനിവിടെ വന്ന് ഈ തണലത്ത് കുറച്ച് നേരം അങ്ങ് നിന്നേക്കാമെന്ന് വിചാരിച്ചേ. എൻ്റെ തന്നെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. നമ്മൾ അവിടത്തെക്കാട്ടി ഡബിൾ ചൂടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയുണ്ടോ, ഇതിവിടെയെല്ലാം നല്ല പുളിന്തോട്ടങ്ങളാണ്. ഇതിനുള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കാനോ കിടക്കാനൊക്കെ തോന്നിപ്പോവാം. അതുപോലെ നല്ല തണലവിടെ. പുറത്തേക്ക് നല്ല ചൂടും. പുളിയൊക്കെ തളുത്ത് ഇങ്ങനെ ഇപ്പോൾ പൂവൊക്കെ ആയി വരുവേ. ഈയിടയ്ക്കെല്ലാം പുളിയും കൃഷി കഴിഞ്ഞ കാരണേ പുളിമരമൊക്കെ ഇങ്ങനെ തളുത്ത് നിൽക്കുക. പൂവുണ്ടോ ഇതിലൊക്കെ? പൂ കാണിച്ചു തരാവേ. പുളിയുടെ പൂ ഇത് കണ്ടോ, ഇതാണ് കായായി മാറുന്നത്. വളംപുളി അതേലുള്ള ഒരു വേറൊരു കളറാണ്, മഞ്ഞ നിറത്തിലുള്ള പൂവ്. ആ മരങ്ങളുടെ ഇടയിൽ അവിടെ ഒരു അമ്പലം കൂടെ കാണാം കേട്ടോ. നമ്മൾ ആ വഴിക്ക് നിന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ കണ്ടോ, സവോളയും തക്കാളിയൊക്കെ കൂടെ മിക്സഡ് കൃഷിയായിട്ട് ചെയ്തേക്കുന്നതാണേ. ഇതൊക്കെ കണ്ടോ, അവിടെ ഒരു നല്ല തടം പോലത്തെ ഒരു സ്ഥലമൊക്കെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നിരപ്പാക്കിയെടുത്ത് കൃഷി ചെയ്തിരിക്കുവാണേ. അതെല്ലാം സവോളയാണ്. ഇനിയിപ്പോൾ നമുക്കിതാ ഇതുപോലൊരു ചുവന്ന ഭൂമിയിൽ കൂടെ പോകണ്ട കേട്ടോ. കാരണം ഇവിടെ ഇത് ഒരു ഓഫ് റോഡിന് കയറി നമ്മൾ ഈ ഒരു റോഡിൽ കൂടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ അക്വഡേറ്റിലോട്ട് പോകുന്ന വഴി. പണ്ട് ഞാൻ ഇതിലെ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരുപാടായി ഈ വഴിക്ക് വന്നിട്ട്. ഇപ്പോൾ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നമ്മുടെ കയ്യിൽ വല്ല തോർത്തോ കൊണ്ട് എടുത്ത് ചാടാൻ തോന്നുന്നു ആ കനാലിലോട്ടെ. വീതി കുറഞ്ഞൊരു കനാലാണ്, ഒരാളുടെ അത്രയും തന്നെ വെള്ളമൊന്നും ഇല്ല അവിടെ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ളമുണ്ടെങ്കിലേ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. വെള്ളമില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകത്തില്ല കേട്ടോ. കാരണം അവിടെ വെള്ളമില്ലെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു ഓഫ് റോഡ് ഇങ്ങനെ പോകുമ്പം ഇടയ്ക്ക് മാവും തോട്ടം ഒക്കെ കിട്ടും. ഇത് പോകുന്നതിൻ്റെ ഇടത് സൈഡിൽ നമുക്ക് താഴെ റോഡൊക്കെ വരുന്നുണ്ട്. ആ വഴിക്ക് വീടുകളൊക്കെ കിട്ടും, പിന്നെ കൃഷിയിടങ്ങൾ കിട്ടും. ഇതുകൊണ്ട് ഇവിടെയൊക്കെ താഴെയൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ കയറി അവരുമായിട്ടൊക്കെ ആരെങ്കിലും കാണുവാണെങ്കിൽ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോകാവേ. ഇത് കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഓഫ് റോഡ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ പൊക്കി ഒരു ഇതായിട്ട് നമ്മുടെ പോകുന്നതിന് വലത് സൈഡിലുണ്ടല്ലോ കനാലാണ്. കനാലിൽ ഇപ്പോൾ വെള്ളമില്ല നിലവിൽ. ഇവിടെ ഈ മാവുന്തോട്ടത്തിലൊന്നും കയറരുത് കേട്ടോ ആരും. അതിൻ്റെ ഉള്ളിൽ പട്ടി ഉണ്ടാവും കേട്ടോ. ഇതേ പോണ രണ്ട് പിള്ളേർ, നമുക്ക് അമ്മമാരുടെ പുറകെ പോവാം. അവർ കനാലിലോട്ട് പോകുന്ന പോക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും അല്ല ഇതിൽ നമ്മൾ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഈ വഴിക്ക് നല്ല തിരക്ക് വരുവേ. കാരണം കനാലിൽ ചാടാൻ പോകുന്ന പിള്ളേരുടെ വണ്ടിയുടെ ബഹളമായിരിക്കും ഈ വഴിക്ക്. ഞാൻ നേരത്തെ വന്നപ്പോഴൊക്കെ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മണ്ണ് കിടക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് കുഴിയായിട്ട് വരുവേ. അതിന് ഒന്ന് തെറ്റിപ്പോടേണ്ട വലത് സൈഡിലും ഇടത് സൈഡിലുള്ള കനാലിലോട്ട് നമ്മൾ തെറിച്ച് പോകും കേട്ടോ. എൻ്റെ ഫ്രണ്ട് വെയിലിനാണെങ്കിൽ കട്ട കുറവാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ടോ ഇവിടെ മാവും തോട്ടം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പോകുന്നു കേട്ടോ. നല്ല മാങ്ങയൊക്കെ മാവേ കിടപ്പുണ്ടേ. പക്ഷേ ഒരു മാവൊക്കെ ഒരു മാങ്ങ എന്തെങ്കിലും പറിച്ചെങ്കിൽ പട്ടി നമ്മളെ വിടത്തില്ല. അങ്ങനെ അവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. പണ്ട് ഞാൻ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഞാൻ വിളിച്ച് കഴിഞ്ഞ കാരണം പട്ടി അവിടെ കിടന്നൊന്ന് മുറുമുമൊക്കെ ചെയ്തേ. ഈ രാജപാളയം പട്ടി പോലത്തെ ഒരുമാതിരി ഇങ്ങനെ പൊക്കം കൂടി വളഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഒരു പട്ടിയില്ലേ, ആ സാധനമാണ്. അതിൻ്റെ പേരെന്നാ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം
ഏകദേശം നമുക്ക് ആ വണ്ടിയൊക്കെ വെക്കാവുന്ന ഒരു ഭാഗത്തേക്കൊക്കെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങ് വരെ വണ്ടിയും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഓ, വെള്ളമില്ല കേട്ടോ, അക്കോഡേറ്റ് വെള്ളമില്ല. വെള്ളമുണ്ട് ഇതേ ഈ സൈഡിൽ കൂടെ നല്ലപോലെ വെള്ളം ഒഴുകി വരും. ഏതായാലും കുറച്ച് ദൂരോടെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ കണ്ടോ തേങ്ങ പറിച്ച് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. തേങ്ങ കരിക്കൊക്കെ ആയിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ ഈ തെങ്ങിന്നൊക്കെ പറിച്ചെടുക്കുന്നതാണ് അവർ. അവിടെ ഇത് ഹോൾസെയിൽ റേറ്റിലൊക്കെ ആയിട്ട് കൊടുക്കാൻ ഇവിടെ അവർ പറിച്ച് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ കണ്ടോ കിളച്ച് മറിച്ച് പാടമെല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. മഴ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാത്തു വയ്ക്കുന്നത്. ഇത് കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് മഴയെ ഇവർ കുറേ നോക്കുന്നുണ്ട് കേട്ടോ. അല്ലെ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ മഴ കുറവാണല്ലോ. ജലസംഭരണിയിൽ നിന്നുള്ള ജലം കൊണ്ടൊക്കെയല്ലേ കൃഷി ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ആ കാണുന്ന കേരള മലനിരകളൊക്കെയാണ്. അവിടുന്ന് മഴ പെയ്യുവാണെങ്കിൽ ഇവർക്ക് ഇങ്ങോട്ടും കൂടെ മഴ കിട്ടും. അതാണ് അക്കോഡേറ്റ് അങ്ങോട്ടാണ് കേട്ടോ. അവിടുന്ന് കുറച്ചുകൂടെ പോണേ. പക്ഷേ വെള്ളമില്ല. നമ്മൾ പോയാൽ അവിടെ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തുമില്ല. വെള്ളമുണ്ടെങ്കിൽ ഇതിലേ കുറേ വെള്ളമൊക്കെ ഒഴുകി വരേണ്ടതാണ്. കൃഷിയിടത്തിലെ കാവൽപ്പരകളൊക്കെ കണ്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഇതാ ഞാൻ ഈ ഒരു പുളിഞ്ചോട്ടിലിങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് 2 പിള്ളേർ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. ഇവരോട് ചോദിച്ചു വെള്ളമുണ്ടോ അവിടെ. തണ്ണി എടുക്കാ? തണ്ണിയില്ല. തുറന്നു വിടില്ല. തണ്ണി ഇരുന്നാൽ നിറയെ ആൾ ഇരിക്കും അല്ലേ? നിങ്ങൾ പോയിട്ട് വരതാ തണ്ണി അങ്ങനെ പോയിട്ട് വരാ? ചുമ്മാ പാക്ക പോയതല്ലേ? അപ്പോൾ തണ്ണിയില്ല. അപ്പോൾ നമ്മളിവിടെ നമുക്ക് വെള്ളം ഇല്ലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്നെ ചെയ്യും? അങ്ങോട്ട് പിന്നെ ആ വെയിലും കൊണ്ട് അവിടെ വരെ പോയിട്ട് കാര്യമില്ല. ഇതേപോലുള്ള കനാലുകളാണ് അവിടെ ഉള്ളത്. വെള്ളമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നടന്ന് അവിടെ പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാണാനായിട്ട്. എന്നാലും ഒന്ന് പോയി നോക്കണം. ഇവിടെ എല്ലാം നല്ല തെങ്ങും തോട്ടവും പുളിത്തോട്ടവും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൂടുതലും കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ വെയിൽ. പോയിട്ട് വാങ്ങേ. ശരി. അപ്പോൾ പിള്ളേർ പോവാണ്. ക്ലാസ്സില്ല, ലീവാ? ലീവ്. ശരി, പോയിട്ട് വാ. ഓക്കെ. നമ്മുടെ കേരളത്തിലെ പോലെ അല്ല കേട്ടോ. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ വലിയ താല്പര്യമാണ്. ആദ്യം പിള്ളേർ ഇച്ചിരി മടി പറഞ്ഞു. അമ്മ കാണും, അമ്മ കാണാതെയൊക്കെ അമ്മ വണ്ടി എടുത്തുകൊണ്ട് വന്നതാന്ന് തോന്നുന്നു. പിന്നെ അവർക്ക് കുഴപ്പമില്ലായിരുന്നു. പേരൊന്നും ഞാൻ ചോദിച്ചില്ല. നമ്മൾ പേര് പറയുമ്പോൾ അതൊരു ഇതല്ലേ. അവൻ്റെ അമ്മയൊക്കെ കണ്ടാലും എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പേരൊന്നും ചോദിച്ചില്ല. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പോയാൽ കാലിയായിട്ട് കിടക്കുന്ന കനാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ കൃഷിത്തോട്ടമാണ്. അവിടെയൊക്കെ ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ കണ്ടോ വലിയൊരു മല കണ്ടോ. നല്ല പൊക്കത്തിലൊരു മല നിൽക്കുന്നു. നോക്കി ഇങ്ങനെ തമിഴ്നാട്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുരുത്തുപോലെ മലകൾ നിൽക്കുന്ന പല ഭാഗത്തും കാണാൻ പറ്റുമേ. ആ കാണുന്നൊരു കൃഷിത്തോട്ടം കണ്ടോ. അതിനകത്ത് വാഴയുണ്ട്, പിന്നെ പ്ലാവുണ്ട് കേട്ടോ. പ്ലാവ് വരെ ഇവിടെ പരീക്ഷണം നടത്തുന്നുണ്ട് അവരെ. നമ്മളെ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ പോയാലും ഉണങ്ങി വരണ്ട് കിടക്കുന്ന കനാൽ മാത്രമേ കാണാനുള്ളൂ. വെള്ളം ഇല്ല. വെള്ളമില്ലാതെ പിന്നെ ഈ ഉണങ്ങി കിടക്കുന്ന കനാൽ ഇതാ ഇപ്പുറം കണ്ടോ. ആ കാണുന്ന പോലെയൊക്കെ ഉള്ളൂ. ഒട്ടും വെള്ളമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റോട്ടിലോട്ട് തന്നെ പോവുകയാണേ. അങ്ങോട്ട് പോയിട്ട് മറ്റു കൃഷിയിടങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം നമുക്ക്. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന കനാൽ കണ്ടോ. ഈ കനാലിനുള്ളിൽ കൂടെയാണേ വെള്ളം കൊണ്ടുപോയി അവർ കൃഷിയിടത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ വെള്ളം ഉപയോഗിച്ചാണ് ഇവർ മെയിനായിട്ടും ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അത് അങ്ങനെ തേനി ജില്ലയുടെ ഒരു പകുതി മേഖല ഈ ഒരു വെള്ളം കൊണ്ടൊക്കെ തന്നെയാണ് അവർ കൃഷി നടത്തുന്നത്. പിന്നെ അപ്പുറത്തോട്ട് മാറി വേറെ വെള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ചെറുനാരങ്ങയുടെ തോട്ടമാണ് ഇത് കേട്ടോ. ഇതെല്ലാം ചെറുനാരങ്ങ കുറേ അങ്ങോട്ടൊക്കെ ഉണ്ടേ. നമുക്കൊക്കെ ഇവിടുന്നാണ് ഈ സാധനമൊക്കെ കയറി വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു വിളവുള്ള സമയം അല്ലാന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഇത് കേട്ടോ, പഞ്ഞി ഇങ്ങനെ ഇവർ കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നത്. ഇതാണ് അവിടെ കൊണ്ടുപോയിട്ട് പഞ്ഞി എടുത്തിട്ട് നമുക്ക് കിടക്കയും മെത്തയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു അണ്ണനും പോണ്ട്. അണ്ണനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. എന്നാണ് രാമർ? ഇവിടെ തന്നെ എന്നാ കൃഷി? മഴ പെയ്താലേ ഉള്ളൂ അല്ലേ? പച്ചക്കറി കൃഷിയാ? ഓക്കെ തന്നെ. അക്കാവും. എന്നാക്കാ പേര്? ജയ. അണ്ണനോട് കൂടെ കൃഷി ജോലിയൊക്കെയാണ്.
നിങ്ങളവിടെതാ ഈ പഞ്ഞിയൊക്കെ ആ പഞ്ഞിക്ക് ഇപ്പോൾ വില ഉണ്ടോ? വിലയുണ്ടല്ലേ? ഇത് കൊണ്ടുപോയിട്ട് ഇനി എങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നത്? ഇதை உரிச்சு தொலி பொழிச்சு ആ அவனை பஞ்சாக்கி ആ மூடையில திணிச்சு ആ அவனை கொண்டு போய் கொடுத்தாதான் பைசாவாகும். ഈ കുരുവെല്ലാം എങ്ങനെയാ തിരിച്ചെടുക്കുന്നത്? കുറുവെല്ലാം നമുക്ക് എടുക്കാതെ അവർ നേരെ കൊണ്ടുപോകും, മേടിക്കുന്ന ആൾ കൊണ്ടുപോയിരും. മേടിക്കുന്ന ആൾ കൊണ്ടുപോകും അല്ലേ? അവരെ റെഡിയാക്കി എടുക്കും. അവരെ നമ്മൾ ഇപ്പിടി മൂട്ടയായിട്ട് കൊടുത്താൽ പോകും അല്ലേ? കീഴി മൂട്ടയാക്കില്ല, തൊലി പൊളിക്കണം. തൊലി പൊളിക്കണോ അല്ലേ? ആ പഞ്ഞായിട്ട് എടുക്കണം. അതുപോലെ ഉം. അത് തൊലി പൊളിച്ചിട്ടോ അല്ലേ? ഉം. അങ്ങനെ എടുക്കണം അല്ലേ? ആ അവിടെ വെള്ളമില്ല അല്ലേ? വെള്ളമല്ല, വെള്ളമില്ല, മഴ പെയ്താൽ മാത്രമേ വെള്ളം വരുള്ളൂ അല്ലേ? ആ ആ ഇതന്നെ കടയുണ്ടോ? ഇല്ല വീടാ അല്ലേ? ഇപ്പൊ കടയില്ല, ഇപ്പൊ വീടാ. വർഷമായിട്ട് കടയെ മുടിച്ചു. ആണോ? ആ ആ ആ അതിനെ കട നിർത്തിയേ? നിർത്തിയേ ഉടവ് സൗകര്യം ഇല്ലാതെ നിർത്തി. ആ സൗകര്യം ഇല്ലാത്തതാണല്ലേ? അങ്ങോട്ടെല്ലാം വീടാ? ഉം. അത് നമ്മളെ വീടാ. ഉം. ആ ആ ആ ഇപ്പം ഞാൻ കുറച്ച് മുന്നാടി പോയിട്ട് വരാം. അതന്നെ കാളവണ്ടിയാ? കാളവണ്ടി. ആ ആ ടൂറിസ്റ്റ് കാളവണ്ടി. ആള് ചോദിച്ചാൽ കൊടുക്കും അല്ലേ? ഉം. അപ്പോൾ കാള എവിടെ പോയി? കാളെ വീട്ടില് കൂടലൂരിലുണ്ട്. കൂടല്ലൂരിലുണ്ടല്ലേ? പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഉം. അപ്പോൾ മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും കാഴ്ച ഉണ്ടോ നോക്കിയിട്ട് വരാം. എല്ലാം പണിക്കാറ്. ഇത് കണ്ടോ കാളവണ്ടി? ഇത് ഇവർ ടൂറിസ്റ്റുകൾക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഗസ്റ്റൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ കാളയെ കെട്ടി ഇതുണ്ട്. നല്ല സീറ്റിംഗ് ഒക്കെയാണ് ഇതിനകത്ത്, ഇങ്ങനെ കയറി ഇരിക്കാം. ഡബിൾ സീറ്റാണ്. ഇവിടെ പുറകിലും മുന്നിലും ഒക്കെ ആൾക്കാർക്ക് ഇരിക്കാം. കണ്ടോ ഇതിൻ്റെ ഒരു ഇതൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ടേ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. കാളയെ കെട്ടി ഇങ്ങനെ ഈ ഗ്രാമപ്രദേശത്തൂടെയൊക്കെ ഉള്ളൊരു യാത്ര എന്ന് പറയുമ്പോഴേ അത് നല്ല ഭംഗിയുള്ളൊരു പരിപാടിയാണ്. ഒരു നല്ല സുഖമായിരിക്കും യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ആ അണ്ണനോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് താഴത്തെ റോഡിൽ ഇറങ്ങി കേട്ടോ. ഈ മെയിൻ റോഡ് നമുക്കിനി കുറച്ച് മുന്നോട്ട് പോയിട്ട് വരാം. ഇവിടെയും പുളിന്തോട്ടവും പിന്നെ മാവും തോട്ടവും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെയാണ്. ഒരു സൈഡിൽ മാവുണ്ട്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മാവുള്ളത് പാളയം സൈഡിലാണ് കേട്ടോ. പാളയത്തു നിന്ന് നമ്മൾ ബോഡിനായ്ക്കുന്നവരൊക്കെ അല്ല, പാളയമല്ല, പെരിയ കനാൽ, അവിടുന്ന് നമ്മൾ കൊടൈക്കനാലിന് കയറുന്നൊരു വഴിയുണ്ട്. ആ വഴിക്ക് ഞാൻ പോയപ്പോൾ പണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിൽ സ്കൂട്ടറുമായിട്ട്. ഇവിടുന്ന് വെളുപ്പിന് 5 മണിക്കൊക്കെ പോയിട്ട് അവിടെ രാവിലെ 11 മണിക്കൊക്കെ ചെന്നിട്ടുണ്ടേ. ആ റൂട്ട് ഇഷ്ടം പോലെ മാവും തോട്ടമുണ്ട്. ഒരു പ്രാവശ്യം അതിലേ ഒന്ന് പോകണം. പെരിയോളം പോയിട്ട് അവിടുന്ന് ആ മാവും തോട്ടം കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ ബെസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഇഷ്ടം പോലെ മാങ്ങ ഉള്ള സമയമാണ്. ഇപ്പം ഈ തമിഴ്നാട്ടിൽ മാങ്ങായും തണ്ണിമത്തൻ്റെയൊക്കെ സീസണാണ്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ള കൃഷികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്ത്. അങ്ങനെ കുറച്ച് ദൂരം കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ 2 വലിയ പഞ്ഞിമരങ്ങളൊക്കെ നിൽപ്പുണ്ടേ. അതിന് ചോട്ടിലിങ്ങനെ വന്ന് നല്ല തണലാണ് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വെയിലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. ഒരു കണക്ക് പറഞ്ഞാൽ തോട്ടത്തിൽ നിന്നൊക്കെ പണിയും കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ കണ്ടോ. ഒരു ഉച്ച വരെയൊക്കെ പണിയുള്ളൂ കേട്ടോ. രാവിലെ 7 മണിക്ക് വരാറുണ്ട്. ഇതൊക്കെ മാവും തോട്ടത്തിൽ മാങ്ങ കിടക്കുന്നുണ്ടോ? നല്ല മാങ്ങ ഉണ്ടോ? പക്ഷേ ഇതൊന്നും വിളവാകാത്ത മാങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സൈഡിലെല്ലാം മാങ്ങയുണ്ടേ. ഒരു നല്ലൊരു മാവും തോട്ടം അത്. അവിടെ ഇതിനിടയ്ക്ക് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്നത്. ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ് കൃഷിയെന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടെ നിന്നൊന്ന് നോക്കാമേ. മണ്ണൊക്കെ ഇട്ടിട്ടൊക്കെ കുറച്ച്. പക്ഷേ ഇങ്ങനെ കണ്ടാൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല. നമുക്കിവിടെ ഒന്ന് നോക്കാം. മല്ലിച്ചപ്പ് പൊതിന അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. തെങ്ങും തൈ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ. ഇതിപ്പോൾ ഇവരാരെങ്കിലും കാണുമായിരുന്നു ചോദിക്കാമായിരുന്നു എന്നാണ് ഈ ഇട്ടിരിക്കുന്നത് എന്താണെന്ന്. എന്തായാലും അതിന് നനയ്ക്കാനായിട്ട് പൈപ്പ് ഇട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഡ്രോപ്പ് വാട്ടർ ആയിട്ടുള്ള പരിപാടി ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ലൈനായിട്ട് പൈപ്പ് ഇടും. വെള്ളം ഒന്നിച്ച് തുറന്നു വരുമ്പോൾ ഇതിനെല്ലാം തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ കുറേശ്ശെ വീണുകൊണ്ടിരിക്കുവേ. എവിടെയും നമ്മൾ വെള്ളം കണ്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കനാലിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ടേ. ഇതുണ്ടോ? അതുപോലെ ഇതുണ്ടോ മാങ്ങ കിടക്കുന്നു നോക്കിയേ. മാങ്ങ ഇത് ചെറിയ മാങ്ങ കേട്ടോ. ചിലയിടത്ത് നല്ല വലിയ മാങ്ങയൊക്കെ കാണുമേ. എന്നാലും കണ്ടോ ഈ മാവിൻ്റെ പേര് ഇത് നീലനാണോ എന്താണോ അങ്ങനെ എന്തൊക്കെ പേരുണ്ടല്ലേ. മൂവാണ്ടൻ, നീലൻ, കുറേ ഐറ്റം മാവുകളുണ്ട്, മാങ്ങായുണ്ട്. എന്നാലും ഈ ഒരു വെള്ളം കണ്ടപ്പോൾ ഒരു ചെറിയ കുളിര് പോലെയൊക്കെ. ഇതൊരു കറുപ്പുസ്വാമിയുടെ അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ? ആ അമ്പലത്തിന് അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ. ഇവിടെ
കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ. പക്ഷേ ഈ വഴിക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് അത്രത്തോളം ഒരു ബെറ്റർ അല്ല. നല്ലൊരു കൃഷിയിടങ്ങളും കാണാനില്ല കേട്ടോ. എല്ലാം ഒരു എന്താ പോലെ കിടക്കുന്നത്. എന്തായാലും കുറച്ച് മുന്നേ പോയിട്ട് നമുക്ക് തിരിച്ചു പോരാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും കൃഷിയിടങ്ങളാണ് കേട്ടോ. മുളകോ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെയും. പിന്നെ അത് കണ്ടോ, അവിടെ കുറേ കച്ചിയൊക്കെ കെട്ടി വെച്ചേക്കുന്നുണ്ടോ. ഒരു വീടിൻ്റെ അവിടെ സ്ഥിരതാമസമുള്ള വീടൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. കന്നുകാലിക്കുള്ള കച്ചിയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നു അവിടെ. അത് വലിച്ചെടുത്ത് അവർക്ക് തിന്നാനൊക്കെ കൊടുക്കുവേ. പിന്നെ ഈ ഒരു പ്രദേശത്ത് മുഴുവൻ അങ്ങോട്ടെല്ലാം ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു സൈഡിലെല്ലാം കുറേ കാലിയായിട്ടുള്ള കൃഷിയിടങ്ങളാണ്. എൻ്റെ നടുക്കിതാ ഇങ്ങനൊരു വീടൊക്കെ കാണാം. ഇവിടെ ഒന്നും ആരെയും കാണാനില്ലേ. പണ്ട് ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ അങ്ങോട്ടുള്ള കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ചുമ്മാ കിടക്കുക. അതിലൊരു കൃഷിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് മുളക് അല്ല കേട്ടോ, ഇത് ചെടിയാണെന്ന് തോന്നുന്നു. പൂച്ചെടി പോലെ. ഇവിടെ എല്ലാത്തരം കൃഷികളും ഇവർക്കുണ്ടല്ലോ. പൂച്ചെടി, പച്ചക്കറി. പൂച്ചെടി അല്ലേ, ഒരുതരം പൂ പോലെയൊക്കെ കാണുന്നില്ലേ. തേങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത് ഒന്നുമില്ല. പോട്ടെ, തോട്ടത്തിൽ നിന്ന് തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടോ. തേങ്ങ കരിക്ക്. അപ്പോൾ ഈ അമ്മ ഉണ്ടോ പഞ്ഞി പൊട്ടിച്ചെടുക്കുന്ന പരിപാടിയാണിത്. പഞ്ഞി പൊട്ടിച്ച് കായ എല്ലാം തിരിച്ചെടുക്കുന്നുണ്ടോ. നമ്മളപ്പുറത്ത് കണ്ടില്ലേ പഞ്ഞി. ഇത് നമ്മൾ നേരത്തെ അങ്ങോട്ട് ഇപ്പോൾ വെള്ളം മേടിച്ച കട കേട്ടോ. ആ വെള്ളം മേടിച്ച കടയിലെ അമ്മയാണേ. അമ്മ ഈ പഞ്ഞി പൊട്ടിച്ചിട്ട് ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? കൊടുക്കും. വ്യാപാരികൾ വരുമാ പൈസ എന്നാ വില വരും ഇത്? 1 കിലോ ഉടച്ചത് പഞ്ചായി കൊടുക്കുന്ന 1 കിലോയ്ക്ക് 80 രൂപ. ഇപ്പൊ കുറച്ച് കൂടിയല്ലേ? കൂടിയ കൂടിയെടുക്കുക. 10 രൂപ കൂടിയ. നേരെ 70 രൂപ. ഇപ്പൊ 80 രൂപ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഉടച്ച് വൃത്തിയാക്കി കൊടുക്കണം. മൂട്ട കെട്ടി കൊടുക്കണം. ഓക്കെ. നമ്മളെ റോഡിലിറങ്ങിയപ്പോൾ 2 പേരും കൂടെ പരിചയപ്പെട്ടെ. പേരെന്നാണ്? ഗണേശൻ. വ്യാപാര അല്ല കൃഷിയാ? കൃഷി വേല മുടിച്ചാ ചെന്നേക്കെ? വേറെ തോട്ടത്തിൽ അങ്ങ് വെള്ളം ഓടും ആ സൈഡില്. ആ സൈഡിൽ ഒരു നാൾ പോണം. ഇപ്പൊ ഞാൻ പോയിട്ട് വന്ന് കുറെ ഇത് വായിച്ച്. இப்போ இல்லை, இதோ ഈ வீடியோ முடிஞ்சாச்சு. இனி ஒரு நாள் வந்து பார்க்கலாம். இது டைம் ஜாஸ்தியாக இருந்தால் யாரும் பார்க்க மாட்டேன். அதுதான். என்ன என்ன கிருஷி இருக்குங்க? இது வாழை. வாழை கிருஷியா? வாழைக்காலுக்கு இப்போ வாழைக்காலுக்கு நல்ல விலை இருக்குமா? இப்போ விலை கம்மியா? சபரிமலை சீசன்ல விலை. அப்போ தான் நல்லா இருக்கும். தண்ணி பழம் சொல்லுதில்ல, தண்ணி பழம் அது வருஷத்துல ஒரு நாள் வர்றது. மாம்பழம் வருஷத்துக்கு ஒரு நாள் வருது. அதோட வியாபாரம் வாழை எப்பயும் இருக்கும். எப்போ இருக்கும். அதனால அது தண்ணி மத்தனும் மாம்பழம் அதுதான் இப்போ ரெண்டு வரும்போது இது கொஞ்சம் வெள்ளத்தாழ வரும். அப்படி போகல. அப்படி போகும். அது வருஷத்துக்கு ஒரு நாள். தண்ணி பழமும் மாங்காயும் இது எப்பவும் இருக்கும். பச்சைக்கறி வாழையெல்லாம் எப்பவும் இருக்கும். சரி சரி. உங்களுக்கு மாந்தோட்டம் இல்லையா? இருக்கு. அது எந்த சைடு? ஆ சைடில் இருக்கு. நான் பார்க்கல. ஒரு 2-3 தோட்டம் பார்த்தாச்சு. தோட்டத்துக்கு உள்ள நுழைய முடியாது. பட்டி இருக்கும். பட்டி நாய் கடிச்சு விடுவோம். அதுதான். சரி, போயிட்டு வரேன். ഞാൻ കട്ടപ്പന. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറി പോരുവാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ കുമളിക്ക് പോരുവാണ്. അപ്പോൾ ഇന്നത്തെ തമിഴ്നാട് ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടോ. നമ്മൾ കുമളിയിൽ നിന്ന് ഇറങ്ങി ബോർഡറിൽ വന്നിട്ട് ആദ്യം കിട്ടുന്ന ഒരു ഗ്രാമമാണ് ലോവർ ക്യാമ്പ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി വെട്ടുകാട് വരെയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഇനിയും മുന്നോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു പരിപാടിയായിട്ട് അങ്ങനെ വെച്ചാൽ ഈ തമിഴ്നാട്ടിലിറങ്ങി ഗ്രാമക്കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പോകേണ്ട വഴി മറ്റേ അറിയാവുന്ന ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ ഭാഗവും ഈ ഭാഗമൊന്നും അറിയത്തില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പൊക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.